രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്ര പശ്ചിമബംഗാളിൽ കൂച്ച് ബെഹാറിൽ PCC അധ്യക്ഷൻ അധീർ രഞ്ജൻ ചൌധരി അടക്കമുള്ള നേതാക്കൾ യാത്രയെ സ്വീകരിച്ചു. ബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ച മമതാ ബാനർജിക്കെതിരെ CPM രംഗത്തുവന്നു. ഇന്ത്യ സഖ്യം വിടാൻ മമത ഓരോ കാരണം കണ്ടെത്തുകയാണെന്ന് ബംഗാൾ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം വിമർശിച്ചു. അസമിൽ നിന്നാണ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്ര പശ്ചിമബംഗാളിൽ പ്രവേശിച്ചത്. ദുബ്രിയിൽ നിന്ന് രാവിലെ പര്യടനം ആരംഭിച്ച യാത്ര കുച്ച് ബെഹാറിലെ ബോക്സർ ഹട്ടിൽ PC അധ്യക്ഷൻ അധീർ രഞ്ജൻ ചൌധരി പതാക ഏറ്റുവാങ്ങി സ്വീകരിച്ചു. 5 ദിവസം കൊണ്ട് 7 ജില്ലകളിൽ കൂടി യാത്ര പര്യടനം നടത്തും. രാജ്യത്ത് BJPയും RSSും വിദ്വേഷം പടർത്തുന്നു എന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. BJP RSS नफरत फैला रही है, हिंसा फैला रही है और अन्याय फैला रही है. इसीलिए इंडिया फॉर्मेशन एक साथ अन्याय के खिलाफ लड़ने जा रहा है. ഇന്ത്യ മുന്നണിയിൽ ഭിന്നത തുടരുന്നതിനിടെയാണ് യാത്ര പശ്ചിമബംഗാളിൽ എത്തിയത്. തൃണമൂൽ കോൺഗ്രസ് CPM അടക്കമുള്ള ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളെ കോൺഗ്രസ് യാത്രയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട്. എന്നാൽ ക്ഷണം ലഭിച്ചിട്ടില്ല എന്നാണ് മമതാ ബാനർജി പറഞ്ഞത്. മമതയ്ക്ക് BJPയുമായി നീക്കുപോക്കുണ്ട് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം ആരോപിച്ചു. സ്വന്തം കുടുംബത്തെ കേന്ദ്ര ഏജൻസികളിൽ നിന്ന് രക്ഷിക്കണം, അതിനുവേണ്ടി BJP പറയുന്നതെല്ലാം മമത ചെയ്യുന്നു എന്നും മുഹമ്മദ് സലീം ആരോപിച്ചു. പശ്ചിമബംഗാളിൽ 42 സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കും എന്ന് മമതാ ബാനർജി ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. റിപ്പോർട്ടർ, ദില്ലി.